ഞാൻ ചോദിക്കട്ടെ, അഹങ്കാരമുണ്ടെങ്കിൽ, അഹങ്കാരമില്ലാത്തവരുണ്ട് കൈവയ്ക്ക്, അഹങ്കാരമില്ലാത്തവർ അഹങ്കാരമില്ലാത്തവർ എല്ലാ പാപ്പന്മാരും പൊക്കി. അത് തന്നെ വലിയൊരു അഹങ്കാരം. അല്ലാഹു ഈമാൻ നൽകട്ടെ. എന്തേ ഉസ്താദ് എനിക്ക് അഹങ്കാരമില്ല എന്നുള്ളിൻ്റെ ഉള്ളറയിൽ എനിക്ക് ഇവർ വന്നാൽ ഇടാതെ അഹങ്കാരമാണ്. അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വലിയവനാ എന്നുള്ളൊരു തോന്നല് നമുക്ക് വന്നാൽ അതെന്റെ പ്രിയപ്പെട്ടവർ അഹങ്കാരമാണ്. അല്ലാഹു കാത്തിരിക്കട്ടെ. ഇവൻ ഞാൻ ഏറ്റവും ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഇവിടെ വഴു പറയാൻ വന്നു. ഇവിടെ ഏതൊരു ചങ്ങാതി കൊത്തഹ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം വിളിച്ചു, സ്റ്റേജിലേക്ക് വിളിച്ചു. അപ്പോൾ ഓൻ പറയാം മറ്റേ പ്രാസംഗ്യം മറിച്ച പ്രാസംഗിനെ പറയാ. ആ സമയത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ ഒരു കിബിർ വന്നു പോയാൽ ഞാൻ അഹങ്കാരമുള്ളവനാ, പടച്ചവന്റെ മുമ്പിൽ ഞാൻ തല വിളിച്ച് നിൽക്കേണ്ടി വരും. അല്ലാഹു ഈമാൻ നൽകട്ടെ. അപ്പൊ പള്ളിയിലെ പ്രസിഡന്റ് അപ്പൊ ഇവിടെ ഉണ്ടോ? പള്ളിയിലെ പ്രസിഡന്റ് സെക്രട്ടറി അവനെ ചോദിച്ചെന്നോ, വിളിക്കണ്ട, പിരിവിന്റെ സമയത്ത്. പള്ളിയിലെ പ്രസിഡന്റ്, ഞാൻ അദ്ദേഹത്തെ ഇതാക്കില്ല, പ്രസിഡന്റാണ്. എനിക്ക് ആ പദവി എന്തോ വലുതാണെന്നുള്ളൊരു ചിന്ത ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വന്നാൽ അദ്ദേഹം എന്താണ്? അഹങ്കാരമുള്ളവനാ. നാളെ പടച്ചവന്റെ പരലോകത്ത് തലകുലിച്ച് നടക്കേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല, ഉള്ളിൻ്റെ ഉള്ളറയിൽ അല്ലെ പള്ളി പരിപാലിക്കണവരാ, അവർക്ക് വലിയ പ്രതിഫലമാണ് നല്ല രീതിയിൽ പരിപാലിച്ചാൽ. ഇല്ലെങ്കിൽ പടച്ചവൻ കുപ്പിയിലിട്ട് നരകത്തിലിടും. അല്ലാഹു ഈമാൻ നൽകട്ടെ.